ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത് വിഷുവിനെങ്ങാനും ആണ്. അതിനുശേഷം ഞാനൊരു വീഡിയോ എടുത്ത് വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. എന്താണ് ഇത്രയും അധികം ഗ്യാപ്പ് വരാൻ കാരണം എന്ന് വെച്ചാൽ ജോലി തന്നെയാണ്. ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും എനിക്കിത് എഡിറ്റ് ചെയ്യാനോ ഒന്നുള്ള നേരം കിട്ടുന്നില്ല. വീഡിയോസ് ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷേ എഡിറ്റിംഗ് ആണ് എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2 ദിവസം മുന്നേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, ജൂലൈ 11ന്. അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ സാധനങ്ങളാണ്, പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ്സ് ഒന്നും ഇല്ല, വളരെ കുറച്ച് ഗിഫ്റ്റ്സേ ഉള്ളൂ. പക്ഷെ അത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്താണ്. അപ്പം നമുക്ക് എന്തായാലും ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സ്പെഷ്യൽ ആണല്ലോ. അത് എത്ര ചെറിയ സാധനമാണെങ്കിൽ പോലും നമ്മളോടുള്ള ഇഷ്ടത്തോടു കൂടി ആരെങ്കിലും തരിക എന്ന് പറയുന്നത് അത് എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് നമ്മളൊരാളെ ഓർത്ത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം തരിക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എൻ്റെ ചേച്ചിയുടെയാണ്, സില. അവൾ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അവൾ പന്തോറേൻ്റെ കുറച്ച് ചാംസ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. പന്തോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിൽവർ ആക്സസറീസിൻ്റെ ഒക്കെ ഒരു ബ്രാൻഡാണ് കേട്ടോ. സിൽവർ മാത്രമാണ് അവിടെ ഉള്ളതെന്ന് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഈ പന്തോറ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാനൊരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ടാവും. അതായത് ഈ ബ്രേസ്ലെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്രേസ്ലെറ്റിൽ നമുക്കിങ്ങനെ കുറേ ചാംസ് ഹാങ് ചെയ്തിടാം. ചാംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങൾക്കാണ് ചാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാംസ് എല്ലാം നമ്മളായിട്ട് റിലേറ്റ് ചെയ്ത ഓരോ കാര്യങ്ങളുടെയാണ്. അതായത് ഇതിപ്പം കണ്ടോ, ഇതിപ്പോൾ കാണുന്നുണ്ടോ, ഇത് ക്യാമലാണ്. അപ്പോൾ ഈ ക്യാമൽ ഞാനിപ്പോൾ ഇത്ര നാളും മിഡിൽ ഈസ്റ്റിലിരുന്നല്ലോ. അപ്പം ഞാനിത് ഖത്തറിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഖത്തറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഈ ചാമിട്ടിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ റാത്തത്തോയി ഉണ്ട്, ഒരു ചെറിയ കുഞ്ഞ് എലീൻ്റെ അടുത്ത് എലി ഷെഫ് ക്യാപ്പ് വെച്ചിട്ടുള്ളത്. അപ്പം റാത്തത്തോയി അതെൻ്റെ പ്രൊഫഷൻ റിലേറ്റഡ് ആണ്. പിന്നെ ഇത് ക്യാൻസറിൻ്റെ സോഡിയക് സൈന്, എൻ്റെ സോഡിയക് സൈനാണിത്. പിന്നെ അങ്ങനെ ഓരോന്ന് നമ്മളായിട്ട് റിലേറ്റ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. എനിക്കും അവൾക്കും സെയിം ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഹാർട്ട്. അങ്ങനെ നമ്മളായിട്ട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്ക് ചാംസ് ആയിട്ട് ഇതിൽ ഹാങ് ചെയ്തിട്ടാം. അതായത് ഇപ്പം ലണ്ടനിലെ ചാമ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, ഖത്തറിലെ ചാമ അവിടെ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുള്ള അതായത് മോണ്യുമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് അവിടെ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിലേക്കുള്ള കുറച്ച് ചാംസ് ആണ് എൻ്റെ ചേച്ചി തന്നിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് വണ് ഒരു സിസ്റ്ററിൻ്റെ ഒരു ഹാർട്ടാണ് ഇത്, കണ്ട. പിന്നെ ഇതൊരു പെയിൻറ്റിങ്ങിൻ്റെ പാലറ്റാണ്. ഇങ്ങനെ എനിക്ക് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലായിരുന്നു കേട്ടോ. ഇനി എനിക്ക് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അത് ഞാൻ ചേച്ചിയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിവേസ് അവൾ മനസ്സിലാക്കിയിട്ട് വാങ്ങി തന്ന കേട്ടോ. പിന്നെ ഇത് ഒരു നായ്ക്കുട്ടിയുടെയാണ്. എനിക്ക് പൊതുവേ നായ്ക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു പെറ്റ് ഉണ്ട് വീട്ടിൽ, ഓഗി. അപ്പം മിക്കവാറും ഓഗിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ചാമ. അപ്പം ഇതാണ് എൻ്റെ സിസ്റ്റർ വന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഗ്രീറ്റിംഗ് കാർഡും ഉണ്ട് കേട്ടോ. ഒരു സിസ്റ്ററിൻ്റെ ഗ്രീറ്റിംഗ് കാർഡും ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഓഫ് ദ ലിയോണിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണ്. ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാച്ച് ഉണ്ട്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പം ഈ അടുത്താണ് എനിക്ക് വാച്ചസിൻ്റെ അടുത്ത് ചെറിയൊരു ഇഷ്ടം തുടങ്ങിയത്. അപ്പോഴത്തേക്കും എനിക്ക് വാച്ച് ഗിഫ്റ്റ് കിട്ടി. എന്താല്ലേ, വാച്ചസ് അങ്ങനെ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തായിട്ട് എന്തോ എനിക്ക് വാച്ച് എന്നൊക്കെ പറയുന്നത് ഒരു ഇഷ്ടമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ വാച്ച് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അടുത്തായിട്ട് എനിക്കിങ്ങനെ വിൻറ്റേജ് വാച്ചസൊക്കെ ഒരു ഇഷ്ടം ആയി വരുന്നുണ്ട്. പിന്നെ
അതിൻ്റെ കൂടെ തന്നെ ഒരു സോഫ്റ്റ് ടോയ് ഉണ്ടായിരുന്നു, ഒരു 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 കുഞ്ഞി നല്ല രസമുള്ള ഒരു നായ്ക്കുട്ടി. പിന്നെ ഗ്രീറ്റിംഗ് കാർഡ് ബർത്ത്ഡേൻ്റെ. പിന്നെ ഇത് ഞാൻ ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു സാധനം തന്നെയായിരുന്നു കേട്ടോ. അതായത് എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ പൊതുവെ ഫ്ലവേഴ്സ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു 5-6 ദിവസം കൊണ്ട് അതെന്തായാലും അത് വാടിപ്പോവും. അപ്പോൾ നമുക്ക് അതെന്തായാലും വേസ്റ്റ് ഓഫ് മണി ആണ്. പക്ഷെ അതേപോലെ തന്നെ നമുക്കൊരു വിഷമം പോലെ, എനിക്കൊരു വിഷമം പോലെ തോന്നും നമ്മൾ ആ ഫ്ലവേഴ്സ് എടുത്ത് കളയാന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു തവണ ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് എങ്ങാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി അവളുടെ വൈഫിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മുതൽ ഞാനും ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ ഇത്. അതായത് ഈ ഫ്ലവർ ഇത് ഒറിജിനലാണ്. ഇത് 1 ഇയർ എങ്ങാനും നിൽക്കും. പ്രിസർവ്ഡ് ഫ്ലവറാണിത്. അപ്പോൾ ഇത് ഒറിജിനൽ ഫ്ലവർ പ്രിസർവ് ചെയ്തിട്ട് നമുക്കൊരു എത്രയോ നാൾ വരെ ഇതിരിക്കും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കിട്ടിയപ്പം. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാർഡും ഉണ്ടായിരുന്നു, ഒരു നായ്ക്കുട്ടിയുടെ ഭയങ്കര ക്യൂട്ട് കാർഡ്. പിന്നെ ഇത് എൻ്റെ ഒരു വർക്ക് ബെസ്റ്റി എന്ന് പറയുന്ന ബിറി, എൻ്റെ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിറീൻ്റെ കൂടെ. അവൾ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം അവൾ ഗിഫ്റ്റ് ചെയ്ത് വളരെ ക്യൂട്ടായിട്ടുള്ള, എന്നെ വളരെ മനസ്സിലാക്കിയിട്ട് തരുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ബാഗാണ് കേട്ടോ ഇത്. അതിൽ ഫസ്റ്റ് വൺ ഐ തിങ്ക് ഐ ലൈക്ക് ദിസ് ലിറ്റിൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറി. ഈ ഡയറീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിഷൻ ബോർഡോ അല്ലെങ്കിൽ ഇയർ പ്ലാനറൊന്നും എഴുതി വെക്കാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്കത് എപ്പോഴൊക്കെ അങ്ങനെ തോന്നുമോ ആ തോന്നുമ്പോഴത്തേക്കും ഒരു ഇയറിൻ്റെ പകുതി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ഇയർ പ്ലാനർ അങ്ങനെ എഴുതി വെക്കണം എന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ടൊരു കാലണ്ടറോ അങ്ങനെ വാങ്ങണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അത് അനുസരിച്ചിട്ട് അവൾ എവിടുന്നൊക്കെയോ തപ്പി പിടിച്ചെടുത്ത് കൊണ്ടുവന്നാ കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ജൂലൈ ആയല്ലോ. അപ്പോൾ ഈ ജൂലൈ മുതൽ ഡിസംബർ 2026 വരെ എനിക്ക് ഇതിൽ എഴുതാം. അത് 18 മന്ത്സിൻ്റെ ഒരു ഇയർ പ്ലാനർ ബുക്കാണ്. അപ്പം ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഡയറി കിട്ടിയപ്പം. ഡയറി അല്ല, ഇയർ പ്ലാനർ കിട്ടിയപ്പം. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഇങ്ങനെ സെൻറ്റഡ് കാൻഡിൽസ്. എനിക്ക് കാൻഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്, അതും പിങ്ക് കളേഴ്സ്. പിന്നെ സ്ട്രോബെറി കാൻഡീസാണ്. ഇങ്ങനത്തെ സവർ കാൻഡീസ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്കും എനിക്കും നമ്മൾ എപ്പോഴും വാങ്ങി കഴിക്കുന്നതാണ്. ഇപ്പോൾ കഴിക്കാൻ പാടില്ല, എന്നാലും കുറച്ച് സവർ കാൻഡീസ്. പിന്നെ എനിക്ക് ടീ കോഫീസൊക്കെ നമ്മളെപ്പോഴും കഴിക്കലുണ്ട് കേട്ടോ. ടീയും പ്രത്യേകിച്ച് ഇങ്ങനെ ഹെർബൽ ടീ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വർക്കിൻ്റെ ഇടയിലൊക്കെ കഴിക്കാറുണ്ട്. അപ്പം ഒരു ഹെർബൽ ടീ ആണ്, ടേമറിക് കാർഡമിൻ്റെ, ജിഞ്ചർ ടേമറിക്കിൻ്റെ. പിന്നെ ഇത് ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഫേസ് മാസ്ക് തരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടും ഇങ്ങനെ സ്കിൻ കെയറും ഇങ്ങനെ ഫേസ് കെയറൊന്നും ചെയ്യാത്തൊരു കൂട്ടത്തിലാണ്. വേറെ ഒന്നുമില്ല, മടിയാണ്. അപ്പം അവൾ എപ്പോഴും എന്നോട് ഇങ്ങനെ പറയുന്ന കാര്യമാണ്, അത് ചെയ്യ്, ഈ ക്രീം തേക്കുക, അത് ചെയ്യുന്നൊക്കെ എപ്പോഴും പറയും. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്കാണിത്. പിന്നെ ഇത് പിമ്പിൾ പാച്ചസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിമ്പിൾസ് വരുമ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ പാച്ചസ് ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സാധനം ഒട്ടിക്കണം. അതൊന്നും ഞാൻ ഒട്ടിക്കലില്ല, കാരണം ഞാൻ അത്ര ബോധേർഡ് അല്ല. ഇങ്ങനെ പിമ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കും. അപ്പോൾ അവൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ് പിമ്പിൾ പാച്ചസ് യൂസ് ചെയ്യാൻ. അപ്പോൾ അത് അവളായിട്ട് തന്നെ മേടിച്ച് തന്നതാണ്, എന്നാലെങ്കിലും ഒന്ന് യൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ അതിൻ്റെ കൂടെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും അവൾ ഈ ഡയറൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, അതിൻ്റെ മുകളിൽ കോഫി കോസം, അതായത് എൻ്റെ വർക്ക് റിലേറ്റഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കാർഡാണ്. ഭയങ്കര ക്യൂട്ട് കാർഡാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അവളിങ്ങനെ കുറച്ചൊരു മെസ്സേജൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ജങ്ക് കുക്കീസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അപ്പം തന്നെ കഴിച്ചു. അങ്ങനെ നല്ലൊരു ക്യൂട്ട്, വളരെ എന്നെ മനസ്സിലാക്കി തന്നൊരു കുറച്ച് സാധനങ്ങളായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് അത് ബിറി തന്നത്.
പിന്നെ അതുപോലെ ഞാൻ ഇവിടെ ലണ്ടനിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ ഗ്രീറ്റിംഗ് കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഏതൊരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിലും ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാവും അവിടെ. പിന്നെ അതുപോലെ തന്നെ എന്തൊരു ഒക്കേഷൻ ആണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റിൻ്റെ കൂടെ എന്തായാലും ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാവും. പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ വാങ്ങിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതല്ല ഞാൻ ശരിക്കും വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ച സാധനം വാങ്ങാനുള്ളൊരു സമയമോ അല്ലെങ്കിൽ അത് ഓർഡർ ചെയ്യാനുള്ളൊരു സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തൽക്കാലം ഇപ്പോൾ ഒരു ഷെനലിൻ്റെ ലിപ്സ്റ്റിക്ക് ഇരിക്കട്ടെ എന്ന്. അപ്പം ഇത് ബേണിംഗ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഞാൻ ട്രൈ ചെയ്തു ഓൾറെഡി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. അപ്പം വേറെ ഞാൻ ഡിന്നറിന് പോയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഡിന്നറും ലഞ്ചൊക്കെ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഞാൻ കഴിച്ച ഫുഡും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോസ് ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയും ഞാൻ എപ്പോഴാണ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. അപ്പം അധികം ലേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും പോലെ തന്നെ ഇതും ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പം വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.